Hello guys, welcome back to my official YouTube channel Vlogs by Kiran Black. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ ആണ്. ഡേ ആൻഡ് നൈറ്റ് സ്കിൻ കെയർ ആണ് എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കര ഡാർക്ക് ആൻഡ് ഇവിടെയൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൈഡൊക്കെ കണ്ടോ, ഇത് ഈ പിഗ്മെൻറ്റേഷൻ, ഇത് പിഗ്മെൻറ്റേഷൻ ആണ്. ഇത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അറിയുമായിരുന്നു. ഇതിനൊക്കെ ഭയങ്കര ഇപ്പോഴും മാറിയിട്ടില്ല, കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ അത്രയും നാളും എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ മാത്രമേ തേക്കുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ചെയ്യാറില്ല. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ തേക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അങ്ങനെ എന്താ പറയുക സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അന്നൊന്ന് ട്രൈ ചെയ്താൽ നോക്കിയിട്ട് ഞാൻ എന്താ പറയുക ഇപ്പോൾ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. 1.5 മാസത്തിൽ കൊണ്ട് തന്നെ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടേക്ക് ഭയങ്കര ഗ്ലോ വന്ന്, സ്കിന്നിൽ ഇവിടെ ഭയങ്കര ഗ്ലോ വന്ന്, ഇവിടെ ഭയങ്കര ഗ്ലോ വന്ന്, ഈ നെറ്റിയിലൊക്കെ ഉള്ള കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ചും കൂടി ഉണ്ട്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഇപ്പം ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാരണം ഇവിടേക്ക് ഭയങ്കര ഡാർക്ക് സ്പേസ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഒരു ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ചില സ്ഥലത്ത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, ചില സ്ഥലത്ത് എഫക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ ഈ പാടൊക്കെ നല്ല എവിഡൻ്റ് ആയിരുന്നു, അതൊക്കെ കുറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേ നാളുകൾക്ക് ശേഷം കാരണം ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, സ്കിൻ ഭയങ്കര ക്ലിയർ ആയല്ലോ, എൻ്റെ ഈ എന്താ പറയുക ടാനൊക്കെ മാറി, ഭയങ്കര ഗ്ലോ വന്നിട്ടുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ, ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ചെയ്തു. ഡേ ആൻഡ് നൈറ്റ് ചെയ്യും. ഞാനിപ്പോൾ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വർക്കിന് പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ എൻ്റെ സ്കിന്നിൽ ആ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് എന്താ പറയുക അപ്ലൈ ചെയ്യും. നൈറ്റ് കിടക്കാൻ നേരത്തും ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് എൻ്റെ ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ട് നിൽക്കുകയാണ്, കുളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പ്ലമ്മിൻ്റെ വിറ്റാമിൻ സി 1.5% ടോണർ, ഗ്ലോ ബൂസ്റ്റർ എന്നും പറഞ്ഞിട്ടുള്ള ഈ ടോണർ ആദ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ എടുത്തിട്ട് ഫേസ് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കും. കഴുത്തും ചെയ്യണേ. ഇതൊന്ന് സ്കിൻ വലിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്, പ്ലമ്മിൻ്റെ മാന ഡ്രെയിൻ ആൻഡ് വിറ്റാമിൻ സി 1.5% ഗ്ലോ ബൂസ്റ്റർ. ഇതാദ്യം സ്പ്രേ ചെയ്യും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്താ പറയുക ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പ്ലമ്മിൻ്റെ ടോണർ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓൾവേസ് പ്ലമ്മിൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, ഞാൻ ഒട്ടുമിക്കതും പ്ലമ്മിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഇതിപ്പോൾ തീരാറായി. ഇപ്പോൾ ഞാനിതൊരു 1.5 മാസമായി യൂസ് ചെയ്യണം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 425 രൂപയാണ് 100 ml. ഇതിപ്പോൾ ഒരു 1.5 മാസം ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഇനി പിന്നെ ഇത് അടിയിലും കൂടി ഇത്രയും കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോണർ യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ ടോണറാണ്. പിടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ടോണർ അടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം സ്കിന്നിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഡാബ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞോളും. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ തന്നെ റൈസ് വാട്ടർ ആൻഡ് നിക്കാമെഡിൻ 10% സിറം. ഇതാണ് ഞാൻ ഡേ സിറം ഇട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡേയും നൈറ്റും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം ഈ സിറം മാറുന്നുള്ളതാണ് കേട്ടോ. ഡെയിലി ഞാൻ ഈ സിറവും നൈറ്റ് യൂസ് ചെയ്യുന്ന സിറം വേറെയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഈ സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഉണ്ട്, എടുത്തിട്ട്
ഇത്രയും മതി. എടുത്തിട്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്തു. അപ്പോൾ എൻ്റെ സീറോ ഇട്ട് കണ്ട, ഈ സീറോ ഇടുമ്പോൾ തന്നെ കുറച്ച് ഗ്ലോയി ടൈപ്പ് വരും സ്കിന്നിനെ. ഞാൻ യൂസ് ചെയ്യുന്ന സീറോ ഇതാണ്, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിക്കാമഡൈൻ 10% സിറം ക്ലാരിറ്റി ബൂസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 649 രൂപയാണ്, 30 ml. ഇതൊരു 1 മാസം നിൽക്കുള്ളൂ കേട്ടോ. 1 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 മാസം. എന്താ പറയുക, രാവിലെ ഈ സിറം ആണ് യൂസ് ചെയ്യുന്നത്, പ്ലമ്മിൻ്റെ ഈ സിറം, ഡേ സിറോ ആയിട്ട്. ഞാൻ നൈറ്റ് കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്നത് ഈ മിനിമലിസ്റ്റിൻ്റെ ട്രാൻസാമിക് എന്ന് പറഞ്ഞിട്ടുള്ള 3% ഫേസ് സിറം, ഈ സിറോ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വില വരുന്നത്, ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതിയിട്ടില്ല ഗൈസ്. ഇതിന് ആ ഒരു 649 രൂപ, 30 ml, 649 രൂപ. ഈ സിറം ഞാൻ നൈറ്റ് യൂസ് ചെയ്യും, അപ്പോൾ ഇത് യൂസ് ചെയ്യില്ല. ഡേ സിറോ ഇട്ട് ഇതും നൈറ്റ് സിറോ ഇട്ട് ഇതും, ഇത് മാത്രമുള്ള ഒരു ഡിഫറൻസ് ഡേയും നൈറ്റും തമ്മിലുള്ള സ്കിൻ കെയർ റൂട്ടീനിൽ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. പിന്നെ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സേഫ്, സെൻസിബിൾ ആൻഡ് ഹോണസ്റ്റ് സ്കിൻ കെയർ സ്കിൻ സൂത്തി മോയ്സ്ചറൈസർ എന്ന് പറയും. 1% സെറാമൈഡ് കോംപ്ലക്സ്, 0.2% ബൈസാമോൾ എന്ന് പറഞ്ഞുള്ള ഈ സിറം അല്ല ഇത്. ഇതെന്തെന്നാ, ഇതാണ് മോയ്സ്ചറൈസർ, സ്കിൻ മോയ്സ്ചറൈസർ. ഇത് ഞാനിങ്ങനെ ഒരു തുള്ളി എടുക്കുമല്ലേ, എടുത്തിട്ട് ഫേസ് ഫുൾ ഇത് ഭയങ്കരമായിട്ട് പൂച്ചയുടെ ശബ്ദം കേൾക്കും, കാരണം എൻ്റെ പൂച്ചകളുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. മോയ്സ്ചറൈസർ ഇട്ടു, മോയ്സ്ചറൈസർ ഫുൾ മസാജ് ചെയ്ത് കൊടുത്ത് അതൊരു 1 മിനിറ്റിന് ശേഷം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഇടാം. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇത് ഭയങ്കര ഇങ്ങനെ ഇതാവും. ഇത് ഇട്ടപ്പോൾ തന്നെ കണ്ടോ ഭയങ്കര ക്ലിയർ ആയി ഫീൽ. ഫോർ എവറി ഡേ ഫോർ കോമ്പിനേഷൻ സ്കിൻ, എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഇതെടുത്തത്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് പ്യുവർ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തന്നെ ഡ്രൈ സ്കിന്നിനുള്ളത് അതിനകത്ത് ഉണ്ടാവും. ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്, നൈക്കയിൽ നിന്ന്. ഇതിൻ്റെ 15 grams ആണ്. അതിൻ്റെ റേറ്റ് 379 രൂപ, 379 രൂപയാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുന്നവരാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, തീർന്നതിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ ഞാനിതിപ്പോൾ 30 SPF-ൻ്റെ എന്താ പറയുക സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പണ്ടായിട്ട് ഇത് മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തീർന്നിട്ടുണ്ട്. ഇതൊരു ഡോക്ടർ റെക്കമെൻഡഡ് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 30 SPF ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് നമുക്കൊരു 15 SPF വേണം. ഇപ്പോൾ ഇത് ഞാനതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് മേടിച്ചത് കളയാനും പറ്റില്ലല്ലോ, ഇത് കാരണം ഇത് തീരണ വരെ ഇനി ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് വരട്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഔട്ട്ഡോർ ഒന്നും പോകണില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണമല്ലേ. പിന്നെ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ AC ഫ്ലോറിലൊക്കെയാണ്. പിന്നെ ഔട്ട്ഡോർ ആണെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ ഒരു ചെറിയ 50 SPF-ൻ്റെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോർമലി ക്ലൈമറ്റിന് 50 SPF ആണ് വേണ്ടത്. ഇത് 30 SPF ആണ്. അങ്ങനെ ഔട്ട്ഡോർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് മസാജ്
ലാസ്റ്റാണ് ഇടുന്നത്. നൈറ്റ് ഇത് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നൈറ്റ് കിടക്കാൻ പോകല്ലേ, അപ്പോൾ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഔട്ട്ഡോർ പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാം വലിച്ചെടുക്കും. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായത് കാരണം നമ്മൾ എന്ത് വന്നാലും സൺസ്ക്രീൻ ഇവിടെ ഇട്ടിട്ട് പുറത്താണ്. അത് ഞാൻ പണ്ട് തൊട്ട് ഇടുമായിരുന്നു സൺസ്ക്രീൻ. ഇത് ആക്നെ UV എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഇതാണ്. ഇതിന് എത്രയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾ മേടിക്കുമ്പോൾ 50 SPF മേടിച്ചാൽ മതി. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഉള്ളത് കാരണമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് കുറേ സാധനങ്ങൾ വേറെ സാധനങ്ങളൊക്കെ പ്ലമ്മിൻ്റെ തന്നെ 50 SPFൻ്റെയാണ്, റൈസ് വാട്ടർ വിത്ത് നിക്കാമെഡി. അത് ഇതിൻ്റെ തന്നെ എന്താ പറയുക സൺസ്ക്രീനാണ്, 50 SPF. ഞാൻ ഔട്ട്ഡോർ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാത്തപ്പോൾ യൂസ് ചെയ്യാറ് ചെറുത് മേടിച്ച് വെച്ചാണ്. അപ്പോൾ മാക്സിമം 15. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിക്കട്ടെ, ഈ കമ്പനി തന്നെ മേടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഉള്ള ഏത് സൺസ്ക്രീനും യൂസ് ചെയ്യാം. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ. അപ്പോൾ രാത്രി ഇത് ഇടേണ്ട ആവശ്യമില്ല സൺസ്ക്രീൻ. രാത്രി നമ്മുടെ സിറം തമ്മിൽ മാറുകയും ചെയ്യും. ഇത് നൈറ്റ് സിറം, ഇത് ഡേ സിറം. ഇതിന് ശേഷം ലിപ് ബാമൊക്കെ നമുക്കിട വേണമെങ്കിൽ. എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്പാണ്, ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ലിപ് ബാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഫീൻ്റെ ഒരു കോഫി, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. എൻ്റെ സ്കിൻ ഭയങ്കര ഇപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഗ്ലോ കിട്ടും. കയ്യിലൊക്കെ ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ പോകുന്നവരാണെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോയ്സ്ചറൈസർ. ഫേസിലും യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. എല്ലാം വല്ല ഡ്രൈനെസ് തോന്നിയാൽ കയ്യിൽ നമുക്ക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഇടാം. പുറത്ത് പോകുന്നവരാണെങ്കിൽ കയ്യിലും ഇത് ഇടണം, എന്താ പറയുക മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ. മോയ്സ്ചറൈസർ മാത്രം ഇട്ട് പോകരുത്, സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഭയങ്കര ടാൻ അടിക്കും. അപ്പോൾ എന്തെങ്കിലും ഇത്ര ഇട്ടതിന് ശേഷം പുറത്ത് പോകണമെങ്കിലെങ്കിലും വീട്ടിലിരിക്കണമെങ്കിലും നമ്മൾ SPF യൂസ് ചെയ്യണം. എന്ത് വന്നാലും കയ്യിലും കാലിലൊക്കെ ഞാൻ മോയ്സ്ചറൈസർ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, കയ്യും കാലൊക്കെ ഭയങ്കര സ്കിൻ ഇടേണ്ട താമസം അതൊക്കെ സ്കിൻ വലിച്ചെടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്കിൻ ഭയങ്കര ഗ്ലോ ഉണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി ഗ്ലോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്കിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിടാന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മതിയല്ലോ. അതിന് ശേഷം മാത്രം നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ അടിക്കുക. ചിലരുണ്ട് മോയ്സ്ചറൈസർ. നമ്മുടെ പെർഫ്യൂം അടിക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും ഇത്രയും ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ കൂടി ഇട്ടതിന് ശേഷം പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിങ് കൂടും, അതിൻ്റെ എക്സാക്റ്റ് മണം കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോപ്പാഡിൻ്റെ ഊദ് മലാക്കി എന്നും പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഞാൻ ഫോറം മാളിൽ പോയപ്പോഴത്തേക്കും മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ മണം ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും മേടിച്ചാണ്. ഞാൻ വെറുതെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിന് എത്രയോ റേറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് നാളായി മേടിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക 11,000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങൾ എപ്പോഴും പെർഫ്യൂം അടിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സ്കിൻ കെയർ ചെയ്തതിന് ശേഷം പെർഫ്യൂം കഴുത്തിലിടണേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പെർഫ്യൂം അടിക്കേണ്ട സ്ഥലം, ഈ 2 ഇയർ പോയിന്റ്. അപ്പോൾ അവിടെ അടിച്ചതിന് ശേഷം നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഈ പൾസ് പോയിന്റിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ഇപ്പം ഞാൻ കുളിച്ചിട്ടേക്കണം. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഓയിൽ തേക്കാറുണ്ട്. ഞാനൊരു ഓയിൽ എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ്. ഞാൻ ഇതേപോലെ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു ഓയിലാണ് ഓൺലൈനിൽ നിന്ന്. ആ ഓയിൽ ഞാനൊരു മിനിമം അരമണിക്കൂറാണ് ഞാനിത് തേച്ചിട്ട് എൻ്റെ കുറേ വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ കുളിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതായിട്ടാണ് ഈ ഓയിൽ.
ഉമ്മീസ് നാച്ചുറൽ ഫെയർനെസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് റേറ്റ് എന്ന് പറയുന്നത് 445 രൂപയാണ്. ഉമ്മീസ് നാച്ചുറൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു ബ്രാൻഡാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഇതാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാം. നല്ല റിസൾട്ടാണ് ഇത്. ഇത് ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ മേടിച്ചൊരു ഇതാണ്. ഞാൻ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് മേടിച്ചതാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൈറ്റ് തന്നെയുണ്ട്. ഉമ്മീസ് നാച്ചുറൽ എന്നും പറഞ്ഞിട്ടുള്ള ഇവരുടെ സൈറ്റ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് കിട്ടും. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഞാൻ ഫേസ് വാഷ് കുളിച്ചതിന് ശേഷമാണ് സ്കിൻ കെയർ ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ സ്കിൻ കെയറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ഡീടാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. സ്കിൻ ഡീടാൻ ചെയ്യും, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഡീടാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ, അതും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.